കർത്താവ് പറഞ്ഞത് ഒരു സോൾജർ വന്നിട്ട് എന്നോട് പറയാണ് 1 മൈൽ നടക്കാൻ. 1 മൈൽ നടന്നു കഴിഞ്ഞാൽ അവന് പറയാം ഇതിൽ കൂടുതൽ ഗവൺമെന്റ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇവൻ അവിടെ നോക്കിയിരിക്കണം, വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കണം. നിന്നോട് കർത്താവ് പറയാണ്, അവനോട് പറ ഏതോ 1 മൈൽ ആയെന്നുള്ളത് ശരിയാണെങ്കിലും ഐ എം ലിറ്റിൽ ഫ്രീ, ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഈവൻ ടേക്ക് ഇറ്റ് ആൻഡ് ഐ ക്യാൻ വാക്ക് വിത്ത് യു ഫോർ അനദർ മൈൽ എന്ന് പറയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നീതിക്കും ന്യായത്തിനും അപ്പുറത്ത് പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. അല്ലാതെ നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ആത്മീയതയല്ല, അത് ലൗകികതയാണ്. നീതി ന്യായം പ്രവർത്തിക്കുന്നത് മാനുഷികതയാണ്, അല്ലെ? മാനുഷികതയാണ് നീതി ന്യായം പ്രവർത്തിക്കുന്നത്. നീതിക്കും ന്യായത്തിനും അപ്പുറത്തുള്ളതാണ് ദൈവികത. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇവരോട് പടജനത്തോട് പറയാണ്, നിങ്ങളുടെ ശമ്പളം കുറവാണെന്നുള്ളത് എനിക്ക് അറിയാം. യോഹന്നാൻ പറയാണ്, പക്ഷേ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ. നിങ്ങളോട് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എന്തോ പറഞ്ഞിരിക്കുന്നത്, ബലാത്കാരം ചെയ്തോ പിടിച്ചു പൊളിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്തോ ചതിച്ചോ, അതും പ്രശ്നമൊന്നുമില്ല. കാര്യം റോമൻ ഗവൺമെന്റ് ആകെപ്പാട്, റോമൻ ഗവൺമെന്റ് ദൈവം എന്ന് പറയുന്നത് അവരുടെ ശക്തിയാണ്. ഇറ്റ് ഈസ് പവർ, അല്ലാതെ വേറെ ഒന്നുമില്ല. ലിവാലസിന്റെ ബെൻഹറിനകത്ത് ഇറ്റ്സ് ഐ ബിലീവ് ഇൻ പവർ. അതാണ് റോമൻ സെഞ്ചുറിയൻ പറയുന്നത്, ഐ ബിലീവ് ഇൻ പവർ. അവനല്ലാതെ വേറെ ശക്തിയിലല്ലാതെ അവന് വേറെ വിശ്വാസമൊന്നും ഇല്ല, അവന്റെ ദൈവം ശക്തിയാണ്. അതുകൊണ്ട് കയ്യുകൊള്ളവൻ കാര്യക്കാരെന്നുള്ളതാണ് റോമൻ ഗവൺമെന്റ് നിയമം, അല്ലാതെ വേറെ നിയമമൊന്നുമില്ല. പക്ഷേ യോഹന്നാൻ പറയുന്നത് എന്താണ്? നിനക്ക് ശമ്പളം മതി എന്ന് വെപ്പീൻ. അവൻ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു? ഇല്ലേ? ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഈവൻ ഐ ഫേസ് സം എനിക്ക് ഞാൻ പ്രാവശ്യം ഓരോരുത്ത് ബൈബിൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കസ്റ്റംസ് ഓഫീസർ അവൻ രക്ഷിക്കപ്പെട്ടു. പയ്യനാ, ഒരു 35 വയസ്സുള്ള അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് ഹി ഡിസൈഡഡ് നോട്ട് ടു ടേക്ക് ബ്രൈബ്. പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഓഫീസർ, അവന്റെ സീനിയർ ഓഫീസർ പറഞ്ഞു, നീ വാങ്ങിക്കാതിരിക്കുക, ഇറ്റ് ഡസന്റ് മാറ്റർ. പക്ഷേ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. കാര്യം ഇത് ഇവന് മാത്രമൊന്നുമല്ലല്ലോ, ഇത് പൂൾ ചെയ്ത് എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുക. കാര്യം ഇവന് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ പറഞ്ഞ് കാല് പിടിച്ചോളൂ, ഞാൻ സോറി, ഐ കനോട്ട് ഡു ദാറ്റ്. എന്നാ വേണ്ട, ഇവർ പറഞ്ഞു നിനക്കുള്ളത് വേണ്ടെങ്കിൽ നീ വാങ്ങിക്കണ്ട, ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു 9 ഡിവൈഡ് ചെയ്തോളാം, കുഴപ്പമില്ല, നീ വാങ്ങിക്കണ്ട. ഓടി പിന്നെ ഇവൻ ഒരു പിയൂണ് ചെയ്യുന്ന ജോലി ഇവനെ ചെയ്യിപ്പില്ല. അല്ല എന്തോ ലെറ്റർ കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കണം, ഇവിടെ കൊണ്ട് കൊടുക്കുക. ഒരു കസ്റ്റംസ് ഓഫീസറോട് സീനിയർ ഓഫീസറോടെയാണ് ലെറ്റർ. അല്ലാതെ എന്തോ ഇവനെ അവിടെ നിർത്താൻ പറ്റിയല്ലോ. ഇവനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ കാശ് കിട്ടത്തില്ലല്ലോ, ഇല്ലേ? അതിനേക്കാൾ പ്രശ്നം ഉണ്ടായത് ഇവൻ വീട്ടിൽ വന്നപ്പോഴാണ്. വീട്ടിൽ വന്ന് കഴിഞ്ഞ മാസം കിട്ടിയതിന്റെ 10-1 പോലും കയ്യിൽ കാശില്ല. അതുകൊണ്ട് വല്ല ജീവിക്കാൻ ഈ പെണ്ണുമ്പിളയ്ക്ക് അറിയാവും. അവളാപ്പാടെ അവിടെ ഞാനിങ്ങനൊന്നും ജീവിച്ചിട്ട് ഒന്നുമില്ല. അവനാപ്പാടെ ട്രബിളിലായി. പക്ഷേ അങ്ങനെ ട്രബിളിലായെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ട് അവന് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ സ്ട്രഗിൾ ഉണ്ട്. അവൻ പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ പറയാം, ഞാൻ എങ്ങനെ ജീവിക്കുന്നു നോക്കും. എന്തോ വെട്ടുക്കളും കാട്ടുവേനും ഓട്ടോരോഗം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ഇങ്ങനെയും ജീവിക്കാൻ മോനെ. യോഹന്നാൻ എന്താ പറയും? യോഹന്നാന്റെ അടുത്ത് ആർക്കെങ്കിലും ഞാൻ പറയാൻ പറ്റുമോ, എനിക്ക് ഈ പൈസ ആവണമെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല? പിന്നെ പറയും, നിനക്ക് പറ്റത്തില്ലെങ്കിൽ പോരെ, എന്റെ കൂടെ പോരെ, അല്ലാതെ വേറെ പ്രയാസപ്പെട്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയ ഇൻകം കൊണ്ടൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ചിന്ത, പിശാച് നമ്മളോട്, ഞാൻ എപ്പോഴും പറയുന്നത്, പിശാച് നമ്മളോട് പറയുന്നത് ഇതിന്റെ ഇരട്ടി ശമ്പളം കിട്ടിയാലും നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. യാഥാർത്ഥ്യം ഇതിന്റെ പകുതി ശമ്പളമേ ഉള്ളെങ്കിലും നിനക്ക് ജീവിക്കാമെന്നുള്ളതാണ്. അതാ യാഥാർത്ഥ്യം. ദാറ്റ് ഈസ് എ ട്രൂത്ത്. ഇപ്പോൾ ഉള്ളതിന്റെ നേർ പകുതി ശമ്പളം നാളെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ ചത്തു പോകത്തൊന്നുമില്ല. നിങ്ങൾ ചത്തു പോകത്തില്ല. കുറെ ജങ്ക് വീട്ടിൽ നിന്ന് ഒഴിവാകുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ പടജനം വന്നപ്പോൾ അവർ പറഞ്ഞു, ബി കണ്ടന്റ്, കിട്ടുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. അപ്പോൾ ജനങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, യു ഷെയർ. രണ്ടാമതും വന്നെന്ന് പറഞ്ഞു, കീപ് ദ പ്രൊഫഷണൽ എത്തിക്സ്. മൂന്നാമത് വന്നെന്ന് പറഞ്ഞു, ബി കണ്ടന്റ്, നിങ്ങൾക്ക് കിട്ടുന്നത് മതി എന്ന് വെക്കുക. ഇനി മറ്റൊരു കൂട്ടർ വന്നു, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അടുത്ത കൂട്ടരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ഓക്കെ, ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കാം. ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെയുള്ള ആളുകളോടൊക്കെ അവനെന്താ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെട്ടു, അല്ലേ? ഈവൻ ചുങ്കക്കാരോട് പോലും സോഫ്റ്റ് ആയിട്ട് ഇടപെട്ടു. ഇപ്പൊ റിലീജിയസ് ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത്. ഇതുവരെ വന്നവരെല്ലാം കോമൺ പീപ്പിൾ, പ്രൊഫഷണൽ, ആൻഡ് ഫൈനലി എന്താണ്? പടജനം, ഇല്ലേ? പടജനം. അടുത്തതായിട്ട് വരുന്നത് റിലീജിയസ് ആൾക്കാരാണ്. അപ്പൊ റിലീജിയസ് ആൾക്കാർ വന്നപ്പം കൂടുതൽ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. കാര്യം ഇവനും ആ ഒരു സ്റ്റാൻഡിൽപ്പെട്ട ആളാണല്ലോ. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ ചോദിക്കുന്നതിനറിയാമോ, അമലിയുടെ സന്തതികളെ എന്നാണ്. ബ്രൂഡ് ഓഫ് എ വൈപ്പർ. എടാ, അമലിയുടെ സന്തതി നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന്?
അവിടെ ചോദിക്കുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിന്നെ ഉപദേശിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ? നമ്മുടെ ഒരു നമ്മൾ സാധാരണ പറയാം, ഇവൻ എങ്ങനെ വന്നത്, എവിടെ നിന്ന് വരുന്നെന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ, നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്തുവാ നിന്റെ ചിന്ത? നിന്റെ ചിന്ത എന്താ? അവൻ എന്തോ ചിന്തിച്ചാ വന്നിരിക്കുന്നത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. എന്ത് ചെയ്താൽ? സ്നാനപ്പെട്ട. അത്രയുള്ള കാര്യം. സിമ്പിളാണ്. അല്ലാതെ ഇത് ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഇല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ് എന്ത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചത് ആര്? അപ്പോൾ ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങ് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇവർ നീതിമാന്മാരാണെന്ന്. എന്നാൽ ഇവർ ചിന്തിച്ചു, ആരാണ്ടൊക്കെ പറഞ്ഞു എന്താണ്, യോഹന്നാൻ സ്നാനം ഏൽപ്പിക്കുന്നുണ്ട്, ആ സ്നാനം കൂടെ ഏറ്റു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം, ചെല്ലാം. അപ്പം എന്നാ പിന്നെ ഒന്ന് മുങ്ങിക്കളയാം. നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകൾ മുങ്ങുന്ന ഇതിനു വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്. നമ്മൾ പറയുന്നത് അതാണ്, അല്ലേ? വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിന്നോട് ഉപദേശിച്ചത് ആര്? എന്നിട്ട് യോഹന്നാൻ പറയുന്നത്, ഞാൻ മാനസാന്തരത്തിനായി, ഇല്ലേ? അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവിടെ എഴുതിയിരിക്കുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയുന്നില്ലയോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും എല്ലാം വെട്ടി തീയിലിടുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ പറയുന്നത്, ഞാൻ ഈ സ്നാനം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ വേണ്ടി, അല്ലാതെ ഒരിക്കലും വേണ്ടിയല്ല. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല ആരും എന്റെ അടുത്ത് വന്ന് സ്നാനപ്പെടുന്നത്. ഞാൻ ഈ സ്നാനപ്പെടുത്തുന്ന എന്തിനാണെന്നറിയാമോ? ഇത് കഴിഞ്ഞിട്ട് ഇവൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ പറയുന്നത്, നിന്നെ കൊണ്ടത് ജന്മം ചെയ്ത് നടക്കത്തില്ലെന്ന്. കാരണം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃക്ഷത്തിനെ നല്ല ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ പ്രശ്നം, നീ അണലിയുടെ സന്തതിയാണ്. യു ആർ സൺ ഓഫ് ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നീ അണലിയുടെ അല്ലെങ്കിൽ സർപ്പസന്തതിയാണ്. സർപ്പസന്തതിക്ക് ഒരിക്കലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അത് ഇതിനകത്ത് മുങ്ങിയാലൊന്നും ശരിയാകുന്ന കാര്യമൊന്നുമല്ല. ദിസ് ഇസ് വാട്ട് ഹി സേസ്. അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? താഴോട്ട് പറയുമ്പോഴെന്താ പറയുന്നത്? വരുവാനുള്ള കോപത്തെ അബ്രഹാം നിങ്ങൾക്ക് പിതാവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. അബ്രഹാമിന് വേണമെങ്കിൽ കല്ലിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും. നിന്റെ പാരമ്പര്യം കൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് നീ ചിന്തിക്കരുത്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നിന്റെ പാരമ്പര്യം അബ്രഹാമിന്റെ പാരമ്പര്യം അല്ലെന്നാ പറയും. കാര്യം നീ അബ്രഹാമിന്റെ മകനൊന്നും അല്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നീ പറയരുത്. കാര്യം നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. സർപ്പത്തിന്റെ പ്രശ്നം എന്നാണ്? അണലിയുടെ, പ്രത്യേകിച്ച് അണലിയുടെ പ്രശ്നം. ഒരു ഈസോപ്പ് സ്റ്റോറിയുണ്ട്. ഈസോപ്പിന്റെ കഥയുണ്ട്. ഈ ഒരുത്തൻ ഇങ്ങനെ മഞ്ഞിലൂടെ നടന്നു പോവുകയായിരുന്നു. ഞങ്ങൾക്ക് ഹിമാചലൊക്കെ ഓർക്കുള്ളതുകൊണ്ട് എനിക്ക് ആ ഭാഗമൊക്കെ എനിക്ക് ഏകദേശം ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. നടന്നു പോയ കൂട്ടത്തിൽ ഇവൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു അണലി ഇങ്ങനെ വഴിയിൽ കിടക്കുന്നു. അത് ഓൾമോസ്റ്റ് ചാകാറായി കിടക്കുകയാണ്. മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ മഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മഞ്ഞിൽ കൂടെ നടക്കുകയാണെങ്കിലും നടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് നടക്കാം. പക്ഷെ എവിടെങ്കിലും നമ്മൾ ക്ഷീണിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. യു കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാര്യം പെട്ടെന്ന് സ്റ്റിക്കിയാണ്. പിന്നെ വി കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്, അല്ലെ? നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കീപ് ഓൺ വാക്കിംഗ് എന്നുള്ളതാണ് മഞ്ഞിലൂടെ നടക്കാനുള്ള അതിന്റെ മന്ത്രം എന്ന് പറയുന്നത്. കീപ് ഓൺ വാക്കിംഗ്. എത്രയാണെങ്കിലും കീപ് ഓൺ വാക്കിംഗ്, എത്ര ക്ഷീണമാണെങ്കിലും. അപ്പോൾ ഈ അണലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നടന്നു പോകുന്ന വലിയ ജാക്കറ്റൊക്കെ ഇട്ട് പോവുകയാണ്. അവനൊരു വലിയൊരു കരുണ തോന്നി. അപ്പൊ അണലിയുടെ അവനെന്ത് ഈ അണലിയെ കയ്യിലെടുത്തു. അത് ഓൾമോസ്റ്റ് ഡെഡാ. അതിന്റെ ദേഹത്തുനിന്ന് ഈ മഞ്ഞുമെല്ലാം തൂത്ത് കളഞ്ഞു. എനിക്കൊരു ചൂട് കൊടുക്കാനായിട്ട് അവന് അറിയാമോ, ഈ ജാക്കറ്റിനകത്ത് കയറ്റി വെച്ചു. ഈ സബ് സ്റ്റോറിയാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തെന്നറിയാം, ഇവനെ തന്നെ കടിച്ചു. ഇവനെ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഈ അണലിയോട് ചോദിച്ചു, എടാ നീ ചത്തുപോയന്, നിന്നെ രക്ഷിക്കാനായിട്ട് എന്റെ കരുണ കൊണ്ട് ഞാൻ ചെയ്തതാണ്. നിനക്ക് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ മരിക്കാൻ കിടന്ന നിന്നെ രക്ഷപ്പെടുത്തിയ രക്ഷകനായ എന്നെ തന്നെ നീ കടിക്കാൻ കാര്യമല്ല. അണലി പറഞ്ഞു, ബിക്കോസ് ഐ എം എ വൈപ്പ്. പിറകാമൊന്നുമില്ല, കാരണം ഞാനൊരു അണലിയാണ്. കാര്യം അണലിക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിപ്പോ എന്താകാൻ പറ്റത്തില്ല. എനിക്കിപ്പം ചായ വാങ്ങിച്ചു തരാനൊന്നും പറ്റത്തൊന്നുമില്ല. കാര്യം എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? കടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത്, നീ എത്ര മുങ്ങിയാലും നിനക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. യോഹന്നാൻ കൃത്യമായിട്ട് പറയാണ്, യു കനോട്ട് ഗിവ് അപ്പ് യുവർ
behavior or your character, because you are brood of a viper. നിനക്ക് നിന്റെ സ്വഭാവം തിരിക്കാൻ അത് കഴിയത്തില്ല. ഒരു അണലിയുടെ സ്വഭാവം പോലെ അത് രൂഢമൂലമായി കിടക്കുകയാണ്. വെള്ളം ഒഴിച്ച് കഴിയുന്നുണ്ടൊന്നും ഇത് പോകത്തില്ല. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയുമ്പോഴാണ് അതിനകത്ത് ആ സ്പിരിച്വൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്. ആൻഡ് യു നോ, ഹി വിൽ ബാപ്റ്റൈസ് യു ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനം തരുന്നവനാണ്. എന്താ അതിന്റെ അർത്ഥം? അണലിയുടെ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നാണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ ട്രൂത്ത് ബിഹൈൻഡ് ഇറ്റ്. നമ്മളൊരിക്കലും നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യത്തില്ല നമ്മൾ അണലിയുടെ സന്തതിയാണെന്നുള്ളത്. നമ്മളെപ്പോഴും നമ്മളെ നല്ലവരായിട്ടാണല്ലോ കണക്കാക്കും. അബ്രഹാമിന്റെ ലോത്തിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും അബ്രഹാമാണ്, നമ്മൾ ഒരിക്കലും ലോത്താകത്തില്ല. വേദോസ്തത്തിൽ ഏത് നല്ല കഥ പറഞ്ഞാൽ സഹവാന്റെ ലാസറിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും ലാസറാണ്. എപ്പോഴും നല്ല കഥകളല്ല കഥാപാത്രങ്ങൾ നമ്മളായിരിക്കും. പക്ഷെ വാസ്തവം നേരെ തിരിച്ച. മെനി ഓഫ് ദ ടൈംസ് വി ആർ ജസ്റ്റ് ബ്രൂഡ് ഓഫ് എ വൈപ്പർ. നമ്മൾ മിക്കപ്പോഴും എന്താണ്? അണലിയുടെ സന്തതികളാണ്. നമ്മുടെ സ്വഭാവം ത്യജിക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ അണലിയുടെ സ്വഭാവം മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും നമ്മൾ വീണ്ടും പാപത്തിലേക്കും കരുണയില്ലായ്മയിലേക്കും ഏറ്റവും മോശമായ ജീവിതത്തിലേക്കും. വി ആർ ജസ്റ്റ് ലൈക്ക് ദിസ് ഫാരിസീസ്. നമ്മൾ ഈ പരീശന്മാരെ പോലെ സദൂക്യരെ പോലെ അണലിയുടെ സന്തതികളാണ്. നമ്മൾ ദേഹത്തൂടെ വെള്ളം ഒഴിച്ചാൽ മാറുന്നതൊന്നുമല്ല ഈ സ്വഭാവം. വാട്ട് ഈസ് നീഡഡ് ഈസ് എന്താണ്? പരിശുദ്ധാത്മ സ്നാനമാണ് ആവശ്യമായിരിക്കുന്നത്. ആ പരിശുദ്ധാത്മ സ്നാനം കൊണ്ട് മാത്രമേ അണലിയുടെ സ്വഭാവം മാറത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് അറിയാമോ? ഞാൻ വന്നെന്നറിയാമോ? ജനറലായിട്ട് പാവങ്ങൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സൊരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മസ്നാനം ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നവനാണ് റിയൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്നവന്. അല്ലാതെ ഞാനത് ചെയ്യുകയല്ല. ഞാനത് ചെയ്യുന്നു, ഞാൻ അതിനുവേണ്ടി ഒരു പാത ഒരുക്കുന്നു, ഞാനൊരു ശബ്ദമാണ്, ഞാൻ വിളിച്ചു പറയുന്നുള്ളതേ ഉള്ളൂ. somebody is coming behind me and that is Jesus, and he will baptize you in the Holy Spirit, and all your bad characters, all the evil that is within you, അത് അണലിയുടെ സന്തതിയായ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മ സ്നാനം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്. വിതൗട്ട് ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് യു കനോട്ട് ലിവ് എ ഹോളി ലൈഫ്. യു കനോട്ട് ലിവ് ബിക്കോസ് വി ആർ ഓൾ ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. വി ആർ ഓൾ, നമ്മളെല്ലാം സർപ്പത്തിന്റെ സന്തതികളാണ്. വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് എ വൈപ്പർ. ഒരു സർപ്പത്തിന്റെ സന്തതിയാണ്. നമുക്കങ്ങനെ ഒറ്റയടിക്കൊന്നും നമ്മൾ സ്നാനപ്പെടുകൊണ്ടും നമ്മുടെ സ്വഭാവം മറ്റുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് കഴിയത്തില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് എ ഡീപ്പ് ആൻഡ് വെരി ഫാസ്റ്റ് സ്ട്രോങ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഇളക്കി മറിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മളെ he is some kind of the real work that is done by the Holy Spirit, and that is what God gives when you are a born again Christian. ഒരു പുതുജനനം പ്രാപിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. പുതുജനം പ്രാപിക്കുമ്പോൾ ഇവൻ സൺ ഓഫ് എ വൈപ്പർ എന്നുള്ള സാധനം മാറുകയാണ്, അല്ലേ? പിശാച് എന്ന പിതാവിന്റെ മകനായിട്ട് ജനിച്ച നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ വാട്ട് ഹാപ്പൻ? നമ്മൾ then we are no more ബ്രൂഡ് ഓഫ് എ വൈപ്പർ.